അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽബറക്ക ഒഫീഷ്യൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. യാത്ര തുടങ്ങിയ ഒരു വീഡിയോ ഉണ്ട്, അത് മുതൽ കണ്ടിട്ട് വരും കേട്ടോ. അസ്സലാം. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മളുള്ളത് പൂവാറിലാണ്. ഇപ്പം നമ്മളുള്ളത് പൂവാറിൽ ബോട്ടിംഗ് സർവീസിന് വേണ്ടിയിട്ട് വന്നതാണ്. യാദർച്ഛികമായിട്ട് ഇവിടെ എത്തിയ സമയത്ത് ഇവിടുത്തെ ടൂറിസം കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അൽഹംദുലില്ല, ഇപ്പം നമ്മൾ നിലവിൽ ഇവിടെ കണ്ടൽക്കാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ബോട്ട് സർവീസിങ്ങിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ കയറിയതാണ്. ആരെങ്കിലുമൊക്കെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു നമ്പരും കൂടെ ഞാൻ താഴെ ചെയ്തിരിക്കുകയും വിളിച്ചിട്ട് വരണം. അജ്മൽ എന്ന് പറയുന്നൊരു പുള്ളിയുടെയാണ്, നമ്മളൊരു അടുപ്പത്തിലുള്ള സുഹൃത്തിൻ്റെയാണ്. മാഷാ അല്ലാഹ്. നെയ്യാർ റിവർ, അതായത് ഈ റിവർ വന്ന് നെയ്യാർ റിവർ, നെയ്യാർ ഡാമിലെന്ന് പറഞ്ഞ് ഈ ഇവിടെ ആറുകടലിൽ ചേരുന്ന ഇതിലെ അവസാനം അറേബ്യൻ സീയിലാണ്. അപ്പോൾ ഇതാണ് ഈ ഐലൻഡിന്റെ പ്രത്യേകത. എന്തരാണ് ഈ കാണുന്ന ഈ ഐലൻഡിൻ്റെ അകത്തെല്ലാം പ്രൈവറ്റ് റിസോർട്ടുകൾ മാത്രമേ ഉള്ളൂ, വേറെ വില്ലേജുകളൊന്നുമല്ല, വെറും ഹോട്ടലുകളാണ്. അതായത് വെറും ഒരു ഐലൻഡിൻ്റെ അകത്ത് റിസോർട്ടുകളും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ള സ്ഥലമാണ് കേട്ടോ കാണുന്നത്. അതായത് പിന്നെ ഇഷ്ടംപോലെ, അതായത് വാഹന സൗകര്യം, വണ്ടി ഇവിടെ എത്തത്തില്ല എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ചുറ്റുഭാഗത്തും ദ്വീപ് പോലെ കാണുന്നൊരു സ്ഥലമാണ്. പിന്നെ അൽഹംദുലില്ലാ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇതൊക്കെ നോക്കി, ഈ ഇടത് ഭാഗത്ത് മൊത്തവും നമ്മൾ ഈ കണ്ടൽക്കാടുകളകത്തെ കാടുകളും മറ്റു കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു കണ്ടൽക്കാടിൻ്റെ അകത്തോട്ടാണ്. ഈ ബോട്ടിനകത്ത് നമ്മൾ പോകുന്ന ഒരു കണ്ടൽക്കാടിൻ്റെ അകത്തോട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലുണ്ടായിട്ട് മസ്റ്റായിട്ടും വന്ന് പിന്നെ കാണേണ്ടിയുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഈ പൂവാറെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വന്നത് എന്തായാലും മുതലായി. കാരണം ഒരു ബോട്ടിന് മിനിമം അവരൊരു 800 രൂപയാണ് പറയുന്നത്. അതിപ്പം 8 പേർക്ക് 1000 വെച്ചിട്ട് 100 വെച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം തുച്ഛമായ പൈസയ്ക്ക് നല്ല അടിപൊളി ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് പൂവാറെന്ന് പറയുന്നത് കേട്ടോ. വേറൊരു രസകരമായൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ ആയിട്ട് നല്ല കാഴ്ചകളും നല്ല മറ്റ് സവാരികളും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ട ഈ പോകുന്ന വഴിക്കെല്ലാം ഓരോ റിസോർട്ടുകളാണ്. ഇത് കാരക്കാട് റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. ഇവിടെയും നമുക്ക് വന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതായതാണ് ഇവിടെ വണ്ടി കയറാൻ പറ്റത്തില്ലല്ലോ, ബോട്ട് സർവീസ്. ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒള്ളി ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ബോട്ടിൽ മാത്രമേ ഈ റിസോർട്ടുകളിൽ വരാൻ പറ്റത്തുള്ളൂ. നമ്മളെ തിരുവനന്തപുരത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒന്ന് സന്തോഷിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൊണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എത്ര അടുത്ത് എല്ലാവരും പൈസ കൊടുത്ത് ഇടുക്കിയിലൊക്കെ പോയിട്ട് കയറുന്ന കാഴ്ച കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ പുറത്തോട്ട് പോകാൻ. നമുക്ക് മുമ്പേ ഒരു ബോട്ട് കൂടെ പോകുന്നുണ്ട്. നല്ല ആ പോകുന്ന കാണാൻ തന്നെ എന്ത് രസമാണ്. പിന്നെ ഏകദേശം 7+1 8 പേർക്ക് മാത്രമാണ് ഒരു ബോട്ടിനകത്ത് സഞ്ചരിക്കാൻ പറ്റുന്നത്. 800 രൂപയാണ് അവർ പറയുന്ന റേറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മറ്റ് പോലീസിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാണിംഗ് കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് യാത്ര എന്നൊക്കെയുള്ള രീതിയിലും. പിന്നെ അതോ ഇങ്ങനത്തെ വഞ്ചികളും ഇട്ട് കേട്ടോ. അതിന്
ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാനും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയിലുണ്ട്. ബോട്ടിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ചെറിയൊരു സംഭവം കൂടെ അവിടെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ബോട്ടിലൊക്കെ വരുന്നവർക്കാണ്, ബോട്ടിലാണ് ഇവിടെ വരാൻ പറ്റുന്നത്, എല്ലാ വാഹനങ്ങളും. ഇവിടെ നല്ല അടിപൊളി ഫിഷിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രത്തോളം നല്ല അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ. പിന്നെ കയറിയപ്പോൾ തന്നെ ഒരു സേഫ്റ്റി ജാക്കറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് നീന്താൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ആഴമുള്ള സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടല്ലോ, എവിടെയാണ് ആഴമുള്ളത്. നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൽ എവിടെയൊക്കെ നീന്തി പഠിക്കാൻ നോക്കിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് ഇറങ്ങാവും. ഒരുപാട് കുട്ടികളൊക്കെ വീണ് ഇങ്ങനെയുള്ള കാലുകളിലൊക്കെ അറിയാതെയൊക്കെ എടുത്ത് ചാടിയിട്ട് തിരിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ മരണപ്പെട്ടു പോയതുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെതാ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള, അതായത് ഈ വലത് സൈഡെന്ന് പറയുന്ന അൽക്കേഷ്യ മരങ്ങൾ പോലത്തെ കുറച്ച് മരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള എല്ലാം കാടാണ്. പിന്നെ അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡെന്ന് പറയപ്പെടുന്നത് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് സർക്കാരിൻ്റെതാണെന്നാണ് മനസ്സിലാവുന്നത്. ഇത് സർക്കാരിൻ്റെ ഭൂമിയല്ലേ? ഇതൊക്കെ സർക്കാരിൻ്റെ ഭൂമിയല്ലേ? പ്രൈവറ്റാണ്. ഓക്കെ 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 ഓക്കെ. ഇതെല്ലാം പ്രൈവറ്റായിട്ട് ആളുകൾ മേടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ വെച്ചാൽ സർക്കാരിൻ്റെ ഭൂമിയാണ് എന്നാണ് വിചാരിച്ചത്. നല്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. വേറെ ബോട്ടുകളും ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ഈ കപ്പലിങ്ങനെ സ്വിമ്മിങ് ഇങ്ങനെ ചെയ്താണ് പോകണം. അങ്ങനെ ചാടി അത് ഈ ഓളം ഇങ്ങനെ വെട്ടുന്ന സമയത്ത് നല്ല രസമാണ്. അതിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ പോകുന്ന രീതിയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ട കണ്ടൽക്കാടിൻ്റെ ആ ഭാഗമാണ്, അതിനകത്തോട്ട് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ കനാലെന്ന് പറയുമ്പോൾ AVM കനാലാണ്. നമ്മൾ റൈറ്റ് സൈഡ് വന്നിട്ട് ഒരു ഐലൻഡ്, അതിൻ്റെ അകത്തെല്ലാം റിസോർട്ടുകൾ. ഇതിൻ്റെ പിറകെ കൂടെ വന്നിട്ട് ചെറിയൊരു AVM കനാലിൻ്റെ അങ്ങനെ ചുറ്റി ഇതിലേക്ക് ഇറങ്ങി നമ്മൾ. ഓക്കെ, ഇത് AVM കനാൽ അല്ലേ ഏട്ടാ? AVM കനാൽ. AVM കനാൽ എന്ന് പറയുന്നൊരു കനാലിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ സഞ്ചാരികളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട്, പുറത്തുനിന്നും അല്ലാതെയും ഒക്കെ. നോർത്ത് ഇന്ത്യയിൽ നിന്നും വിദേശികളായിട്ടൊക്കെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അതാ സെറ്റ് ഇതിനകത്തൂടെയാണ് പോകാൻ പോകണം. നമ്മൾ വിചാരിക്കും ഇപ്പോൾ തട്ടുമെന്ന് കേട്ടോ. ആ രീതിയിൽ അത്രയും അടുത്ത് നല്ല സെറ്റപ്പായിട്ടാണ് പോകുന്നത് കേട്ടോ. അതാ നോക്കി. വീണ്ടും റിസോർട്ടുകൾ കാണാൻ കേട്ടോ. വീണ്ടും റിസോർട്ടുകളുടെ പിറകിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മഴയും കൂടെ വരുന്നുണ്ട്. നല്ല വൈബായിരിക്കും. മഴയുടെ ഒരു ഇടിയും മിന്നലൊക്കെ, ഇടിയൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അൽഹംദുലില്ലാ തികച്ചും ഒരു ഹൊറർ ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടെ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് നല്ല പാമ്പാ വഴുതാരയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തോന്നിപ്പോകും. ഒരു വെറൈറ്റി കാഴ്ച റെഡി തെറ്റിപ്പോയി. അവിടെ ഒരാൾ നിൽക്കുകയാണ്, അതായത് തേങ്ങ കരിക്കിൻ്റെ വെള്ളമൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഉണ്ടോ ഒരാളിങ്ങനെ ഇവിടെ ഉണ്ട് കച്ചവടക്കാരായിട്ട്. പിന്നെ വീണ്ടും കണ്ടൽക്കാടുകൾ തുടങ്ങിയാണ്. സെറ്റ് കേട്ടോ. വേറെയും ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏതൊരു ഭാഗത്തു നിന്നായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വരുന്നുണ്ട്. അപ്പം തട്ടൂല എന്നും പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. അത്ര സ്ഥലം മാത്രമേ ഉള്ളത്. ചെറിയ നല്ല ഇടുങ്ങിയ വഴിയാണ്. നമ്മളെ കൂട്ട് തന്നെയാണ് പോകുമ്പോൾ ഇത്രയുണ്ട്.
ഇത്രയും ഇതിലാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം ഇച്ചിരി വ്യത്യാസം കാണിക്കുന്നുണ്ട്. മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇത് ബോട്ടിന് പോകാൻ പറ്റുന്ന രീതിയിൽ അല്പം ചില സ്ഥലങ്ങളിലൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഒരുപാട് റിസോർട്ടുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് കേട്ടോ അത്. അതായത് ഒരു ബ്രിഡ്ജ്. വിഷയം കേട്ടോ, അന്യായം തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഒരു വേറിട്ട ഒരു അനുഭവമാണ്. ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് കേട്ടോ, ഒരുപാട് റിസോർട്ടുകൾ കാര്യങ്ങളുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ കുറച്ച് സഞ്ചാരികൾ മാത്രം ബോട്ടിൽ അങ്ങനെ പോകണമെന്നല്ലാതെ വേറെ സൈഡിൽ നിന്ന് കാണുകയില്ല. നമ്മൾ പ്യുവറായിട്ടൊരു കാട്ടിനകത്ത് കയറിയ ഒരു പ്രതീതിയാണ് കേട്ടോ, പ്യുവറായിട്ടൊരു കാട്ടിനകത്ത് കയറിയ പ്രതീതിയാണ്. അടുത്ത ബ്രിഡ്ജെത്തി. ഇതും റിസോർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള ബന്ധിപ്പിക്കുന്ന എങ്ങനെയുണ്ട്? നിങ്ങൾ പാചകം ചെയ്താ? അതെ. എന്താ പിന്നെ മാഷാ അല്ലാഹ്. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പാചകം ചെയ്താണോ? ഇവിടെ നമ്മൾ ലൈവായിട്ട് ഇവിടെ നിന്ന് വാരി ഇവിടെ വെച്ച് ഞങ്ങൾ പാചകം ചെയ്തത്. ഇവിടെ വെച്ച് പാചകം ചെയ്തല്ലേ? ഇവിടെ വെച്ച് പാചകം ചെയ്തത്. സ്ഥലം എവിടെ? സ്ഥലം ഇവിടെ തൊട്ടടുത്ത്. എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു? മാഷാ അല്ലാഹ്, അടിപൊളി. എന്തായിരുന്നാലും പുള്ളി നമ്മളെ കേരളത്തിലുള്ള മലയാളിയാണ് കേട്ടാ. സ്ഥലം എവിടെയാണ്? എൻ്റെ കല്ലമ്പലമാണ്. കല്ലമ്പലത്ത് നിന്ന് പുള്ളി ഇവിടെ നമ്മുടെ നാടകം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, മനസ്സിൽ പിടിച്ച്. ശരി, ശുക്രാൻ. നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ബോട്ടിൽ കയറിയത് അവിടെ നിന്നാണ് കേട്ടോ. ആ സ്ഥലത്തു നിന്നാണ് ബോട്ടിൽ കയറിയത്. ആ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. നല്ല നല്ല കിഡിലൊരു മഴയും കൂടെ ഇതിൻ്റെ കൂടെ പെയ്യുന്നുണ്ട് കേട്ടോ. ചാറ്റൽ മഴയാണ്. വേറെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സ്ഥലവും ആംബിയൻസും ഒരു വല്ലാത്ത കുറേ കാഴ്ചകളുമായിട്ട് ഒരു വേറിട്ട അനുഭൂതി തന്നെയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും വന്നൊന്ന് ട്രൈ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഇത് സൂയിസൈഡ് സ്റ്റാച്ചു എന്നാണ് പറയുന്നത്. ഇത് പൊഴിയൂർ ഭാഗമാണ് അല്ലേ? പൊഴിയൂരല്ലേ? പൊഴിയൂർ. ഇവിടുത്തെ ഇതിൻ്റെ പ്രത്യേകത ഒരു പാറക്കൂട്ടം, അതിൻ്റെ പുറത്ത് സ്റ്റാച്ചു ഒരു ആകർഷണമാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ചർച്ചുണ്ട്, അതിൻ്റെ ഒരു സപ്പായിട്ട് ഒരു 20-25 വർഷം. നല്ല അടിപൊളി അതിൽ അലകൾ വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഈ പൊഴിയൂരിലേക്ക് നിങ്ങൾ കുടുംബസമേതം തന്നെ വരണം. ഞാൻ എൻ്റെ കുടുംബമായിട്ട് വരാത്തതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഏറ്റവും പറ്റിയ തെറ്റി. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതുപോലെ ഒരു ഏരിയ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു സാഹചര്യം കൂടെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ കൊണ്ടുവരുന്ന ഈ പുള്ളിക്കാരനൊക്കെ എന്ന് പറഞ്ഞാൽ വിഷയം എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് ഈ പരിസരത്തുള്ള അങ്ങനെ തന്നെയാണ്, എന്നാലും എല്ലാവരും
സ്ഥലത്ത് ചെന്നിട്ട് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഒരു തൂണും തുരുമ്പും പോലും അവർ നമുക്ക് കാണിച്ച് വിശദീകരിച്ച് പഠിപ്പിച്ചു തരാമെന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. പിന്നെ ഇത് മൊത്തം റിസോർട്ടുകളാണ്. കേരള ടൂറിസത്തിനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് മുമ്പിലേക്ക് കൊണ്ടുവന്ന മന്ത്രി റിയാസ് സാറ് ഉറപ്പായിട്ടും നമ്മളൊരു നന്ദി പറയണം പുള്ളിയുടെ. കാരണം പുള്ളി ഇപ്പം മുമ്പൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ പൂവാറ് മുമ്പൊക്കെ നമ്മൾ ചെറിയ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ വരുന്ന സമയത്തും ഇങ്ങനെ അല്ലായിരുന്നു. കുറച്ചുകൂടെ ഇത്രയും ഗെറ്റപ്പ് സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂറിസം മേഖലയിലും കേരളം പുരോഗമനം. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, നമ്മൾ കാണാനും പറ്റുമല്ലോ. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ടൂറിസം മേഖല എന്ന് പറയുന്നത് വിഷയമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ തിരുവനന്തപുരം നിവാസികൾ. അതൊരു എലിഫന്റ് റോക്ക് എന്ന് പറയും കേട്ടോ. അതുപോലെ കാണുന്ന ഒരു എലിഫന്റ് റോക്ക് എന്ന് പറയാം. ഒരു ആന നിൽക്കുന്ന കണക്കുണ്ട്, ഒരു ആനയുടെ പ്രതീതി കണക്കുള്ളതാണ് കേട്ടോ. വേറെ ബോട്ടുകളൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് പൊഴി കേട്ടോ, പൊഴി. അതായത് കടലും കായലും കൂടെ ഒന്നിക്കുന്ന പൊഴിയാണ് ആ കാണുന്നത് കേട്ടോ. മുമ്പ് നമ്മളിവിടെ വന്ന് ചെറിയ പ്രായത്തിൽ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ഇപ്പുറത്ത് വെള്ളമില്ലാത്ത സമയത്ത് ഇപ്പുറത്ത് കയറും. ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആയി കഴിയുമ്പോൾ ഇവിടെ റിവറിലെ ഡാമിൽ വെള്ളം സ്റ്റോറേജ് ആകുമ്പോൾ ഇവിടെ സ്റ്റോറേജ് ആയി ഒരു മാക്സിമം ഒരു ലെവൽ ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിൽ ഇത് നാച്ചുറൽ ഓപ്പൺ ആയില്ലെങ്കിൽ കട്ട് ചെയ്ത് ഈ പഴയ വെള്ളം എല്ലാം കടലിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും വേലിയേറാം. പിന്നെ ഇത് 4-5 ദിവസം കഴിയുമ്പോൾ തിരയടിച്ചടിച്ച് വീണ്ടും ക്ലോസ് ആവും. അങ്ങനെ ചേഞ്ച് ആയിക്കോളും. അപ്പോൾ അതിന് സീസൺ ഉണ്ടാകുന്ന അങ്ങനെ സീസണൊന്നും അങ്ങനെ സമയമൊന്നുമില്ല. അതിൻ്റെ കടലിലെ കാലാവസ്ഥയിലുണ്ട്. നമ്മൾ ഈ റിസോർട്ടിന്റെ ബേക്കിൽ കൂടെ അല്ലേ വന്നത്? നമ്മൾ ഈ റിസോർട്ടിന്റെ ബേക്കിൽ ലക്ഷറി സരോവർ. ലക്ഷറി സരോവർ എന്ന് പറയുന്ന ഒരു പ്രീമിയം ഹോട്ടലാണ് താങ്കൾ കണ്ടുപിടിക്കുന്ന. പക്ഷേ അവിടെ നിന്ന് മാരേജ് ഫംഗ്ഷനൊക്കെ നടക്കുകയാണ്, കല്യാണത്തിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ. അത് സെലിബ്രിറ്റികൾ നടത്തുന്ന പരിപാടിയാണെന്ന് തോന്നുന്നത് കേട്ടോ. നല്ല ഗെറ്റപ്പ് ആൻഡ് സെറ്റപ്പിൽ എന്തായാലും ഇത്രയും മനോഹരമായിട്ട് നമ്മളെ ഈ യാത്രയിൽ നമ്മളെ കൂടെ നിന്ന് നമുക്കെല്ലാം പറഞ്ഞു തന്നു. നമ്മളെ ഈ ബോട്ടിൻ്റെ ചേട്ടൻ്റെ പേരെന്തരായിരുന്നു? ചേട്ടൻ്റെ പേര് അനിൽ എന്നാണ് ചേട്ടൻ്റെ പേര് ചേട്ടാ. ഇത്രയും നേരം നമ്മൾ പേര് ഇതിനകത്ത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പേര് ചോദിച്ചത് ചേട്ടാ. അപ്പോൾ നമ്മൾ യാത്രയുടെ അവസാനമായി ചേട്ടാ. യാത്ര നമ്മൾ നിർത്തുന്നൊരു സാഹചര്യമായി വന്നിരിക്കുകയാണ്. 1 മണിക്കൂർ എങ്ങനെയാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ. അത്ര നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, എനിക്ക് വന്ന് കാണാം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, എൻ്റെ പൊന്നെ, ഈ പരിപാടി കഴിഞ്ഞിട്ട് വന്ന് തിരിച്ച് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു മഴ അങ്ങ് തുടങ്ങി കേട്ടോ. വിഷയം മഴയെന്ന് പറഞ്ഞാൽ വിഷയം മഴ. എങ്ങനെ കാറിലെത്തിയതറിയാം, ഇതാ മൊത്തം നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ് കേട്ടോ. അമ്മാതിരി മഴ, അടിപൊളി മഴ. അൽഹംദുലില്ലാ, അള്ളാഹു ഒരു വറക്കത്തിൻ്റെ മഴയാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു സന്തോഷം കിട്ടിയപ്പോൾ ഒരു വറക്കത്തിൻ്റെ മഴയെ കൂടെ അള്ളാഹിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നൽകിയതാണ്. അപ്പോൾ നമ്മൾ എണ്ണം വന്ന് ഇവിടുന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തവരെല്ലാം റെഡിയാക്കി. ഇപ്പം മാഷാ അല്ലാഹ് അടിപൊളി ഒരു മഴയും കൂടെ പെയ്തിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ജസ്റ്റ് നമുക്കൊരു എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോകുന്ന സ്ഥലത്ത് നമ്മളൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അല്ലാതെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദീനീപരമായിട്ടും ഒക്കെ ഉള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നന്മയുടെ ഭാഗത്തൂടെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.